രചന രാജീവ് ഷാജി. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. പ്രൗഢി വിളിച്ചോതുന്ന മാളികയിൽ തറവാടിന്റെ മുറ്റത്തെ പുൽത്തകളിൽ കാലുകൾ മെല്ലെ പതിപ്പിച്ച് മാനം നോക്കി ആട്ടുതൊട്ടിയിൽ മെല്ലെ ആടിക്കൊണ്ട് എന്തോ ചിന്തിച്ചിരിക്കുകയാണ് സാവിത്രി അമ്മ. അമ്മേ അമ്മേ എന്ത് ആലോചിച്ചിരിക്കുന്നേ? ചന്ദ്രിക ചായയുമായി അങ്ങോട്ടേക്ക് വന്ന് ചോദിച്ചു. ഓ ഒന്നുമില്ല മോളെ, ഞാൻ വെറുതെ ഓരോന്നിങ്ങനെ ചിന്തിച്ച്. വെറുതെ ഒന്നല്ല അമ്മ ഇപ്പോൾ ഓർത്ത് ലക്ഷ്മി കുടുംബത്തെയും കുറിച്ചല്ലേ? മോള് പറഞ്ഞത് ശരിയാ. ഞാൻ എൻ്റെ ലക്ഷ്മിയെക്കുറിച്ചാണ് ഓർത്ത്. പാവം, ജീവിച്ച കൊതി തീരുന്നതിന് മുമ്പ് എൻ്റെ മോള് പോയി. അവൾ പോയപ്പോൾ പറക്കമുറ്റാത്ത എൻ്റെ മീനാക്ഷി മോളെയും കൊണ്ട് പോയതാ. അവിടെ അച്ഛൻ വിശ്വനാഥൻ സിംഗപ്പൂർക്ക്. പിന്നെ അറിഞ്ഞതൊരു അപകടത്തിൽ അച്ഛനും മോളും മരണപ്പെട്ടു എന്ന്. ജീവിതം എന്താന്ന് പോലും അറിയാത്ത എൻ്റെ മീനുമോൾ പാവം. അമ്മ ഇങ്ങനെ സങ്കടപ്പെടാതെ, ഇതിപ്പോൾ എനിക്കറിയാവുന്നല്ലേ. എന്നിട്ട് എത്രാമത്തെ തവണ ഇതിങ്ങനെ പറഞ്ഞ് വെറുതെ സങ്കടപ്പെടുന്നേ? എൻ്റെ സങ്കടം നിനക്കറിയില്ല ചന്ദ്രികയെ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ കൺമുമ്പിൽ മക്കളുടെ ജീവിതം അവസാനിക്കുന്നു. ഒരച്ഛനമ്മമാർക്കും സഹിക്കില്ല. ഒക്കെ എനിക്കറിയാം അമ്മേ. ഇനിയിപ്പോൾ ഇങ്ങനെ സങ്കടപ്പെട്ടാൽ പോയവർ തിരിച്ചു വരൂ. അമ്മ സങ്കടപ്പെട്ട് വല്ല അസുഖം വരുന്നത് ഈ ചായ കുടിക്ക്. നാരായണൻ എത്തിയോ? ഇല്ലമ്മേ, കുറച്ച് താമസിക്കുന്നു വിളിച്ചു പറഞ്ഞിരുന്നു. ആ, വിഷ്ണുമോൻ എപ്പോഴാണ് മീറ്റിംഗ് കഴിഞ്ഞ് വരുന്നേ? അവൻ നാളെ എത്തൂ. ആ, നീ എത്തിയോ നാരായണ? ആമേ. നീ ചായ കുടിച്ചോ? ആ കുടിച്ചു. അമ്മ കുടിച്ചോ? ആ, ഞാൻ കുടിച്ചു. പിന്നെ ആ ശങ്കരനോട് തേങ്ങ ഇടിക്കാൻ വരാൻ പറഞ്ഞോ നീ? പറഞ്ഞോമേ, ശങ്കരൻ നാളെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാ നീ പോയി കുളിച്ചു വല്ലതും കഴിക്ക്, ഞാനൊന്ന് കിടക്കട്ടെ. ശരിയമ്മേ. പിറ്റേന്ന് രാവിലെ തന്നെ വിഷ്ണു വീട്ടിലെത്തി. മുത്തശ്ശി വന്നപാടെ വിഷ്ണു സാവിത്രി അമ്മയുടെ അടുത്ത് വന്ന് കെട്ടിപ്പിടിച്ചു. ആ, മുത്തശ്ശിയുടെ മോൻ എത്തിയോ? മോൻ യാത്ര കഴിഞ്ഞ് വന്നല്ലേ, പോയി കുളിച്ചു വല്ലതും കഴിക്ക്. ശരി മുത്തശ്ശി. അവൻ ബാഗ് എടുത്ത് റൂമിലേക്ക് പോയി. അമ്മേ, ഞാൻ വന്നു. ആ, നീ ഇരിക്ക്, ഞാൻ അത് കഴിക്കാൻ എടുക്കുക. അവൻ ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം പറമ്പിലൊക്കെ ചുറ്റി നടന്നു. പണിക്കാരുടെ അടുത്തൊക്കെ പോയി കുറച്ചു നേരം അവരോടൊക്കെ സ്നേഹാന്വേഷണം നടത്തി. പിന്നീട് മുറിയിൽ പോയി കിടന്നു. നീ പോകാൻ തന്നെ തീരുമാനിച്ചോ? അതെടി, എനിക്ക് പോകണം. എനിക്ക് കാണണം എൻ്റെ അമ്മയുടെ കാതകരെ. സ്വന്തം കൂടപ്പിറപ്പിന് സ്വത്തിന് വേണ്ടി ഒരു ദാക്ഷിണ്യമില്ലാതെ കൊന്നുകളഞ്ഞ അയാളെ എല്ലാത്തിനും കൂട്ടുന്ന അയാളുടെ ഭാര്യയെയും. കുഞ്ഞുനാളിൽ ഞാൻ എന്തോരം അവരുടെ കൈ പിടിച്ച് നടന്നിട്ടുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് എന്തൊക്കെ വാങ്ങി കഴിച്ചിട്ടുണ്ട്. അതൊക്കെ സ്വന്തം മകളെ പോലെ കണ്ട് സ്നേഹത്തോടെ നൽകുന്നതാണെന്ന് ഞാനെന്ന് കരുതി. പക്ഷേ അതൊക്കെ കൊലക്കയർ കഴുത്തിൽ മുറുക്കാൻ വേണ്ടിയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ലല്ലോടി. പാവൻ്റെ അമ്മ കൂടപ്പിറപ്പിനെ പോലെ ഒരുപാട് സ്നേഹിച്ചു, വിശ്വസിച്ചു. പക്ഷേ അവൾ പൊട്ടിക്കരഞ്ഞു പോയി. നീ മോളെ കരയാതെ, കാവ്യ അവളെ ആശ്വസിപ്പിച്ചു. നിനക്കറിയോ, അമ്മ മരിച്ച ശേഷം അച്ഛനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതിന് ഞാൻ അച്ഛനോട് എത്ര ദിവസം വഴക്കായിരുന്നെന്ന്. മുത്തശ്ശിയെ, അമ്മാവനെ, അമ്മായിയും വിഷ്ണുവേട്ടനെയൊക്കെ കാണാൻ പറ്റാതെ എന്നെ കൊണ്ടുവന്നതിന്. പക്ഷെ അവിടെ ഇനി നിന്ന എൻ്റെ അച്ഛൻ്റെയും എന്നെയും ജീവന ആപത്താണെന്നും അമ്മ മരിച്ചാൽ അമ്മയെ കൊന്നാണെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ അച്ഛനോട് വഴക്കിട്ടിൽ വല്ലാതെ കുറ്റബോധം തോന്നി. അതിനേക്കാൾ കൂടുതൽ ഞാൻ ഒരുപാട് സ്നേഹിച്ച എൻ്റെ കുടുംബക്കാർ തന്നെ എൻ്റെ അമ്മയെ കൊന്നെന്ന് അറിഞ്ഞപ്പോൾ നെഞ്ചു പൊട്ടുന്ന വേദനയാ തോന്നി. എനിക്ക് കാണണം കാവ്യ, ഒരിക്കൽ കൂടി അവരെ ചോദിക്കണം. എനിക്ക് സ്വന്തം കൂടപ്പിറപ്പിനെ കഴുത്തിരിച്ച് കൊന്നപ്പോൾ കൈവിറച്ചില്ലേന്ന്. നീ മീനാക്ഷിയാണെന്ന് പറഞ്ഞാണോ അങ്ങോട്ടേക്ക് പോകുന്നത്? അവിടുത്തെ അവസ്ഥ എന്താ അറിയാം നിനക്ക്? ഇല്ല, ഞാൻ മീനാക്ഷിയായിട്ടല്ല പോകുന്നത്. അവസാന നിമിഷം മാത്രമേ അവരറിയൂ ഞാൻ ആരാണെന്ന്. എടി, എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. നിന്റെ അമ്മയുടെ കാതയുടെ അടുത്തേക്കാണ് നീ പോകുന്നത്. സൂക്ഷിക്കണേ മോളെ. നീ പേടിക്കണ്ട, ഞാൻ തിരിച്ചെത്തിയിരിക്കും. എന്ത് സഹായം വേണമെങ്കിലും നീ അപ്പോൾ വിളിക്കണം, ഞാൻ അവിടെ പറഞ്ഞെത്തും. ഏയ് അത് വേണ്ട, നിന്റെ ഫ്രണ്ട് ഉണ്ടല്ലോ അവിടെ, അവനെ ഞാൻ സഹായത്തിന് കൂട്ടിക്കൊള്ളാം. ബെസ്റ്റ് ഓഫ് ലക്ക്. കാവ്യ അവൾക്ക് കൈ കൊടുത്തു. താങ്ക്സ് മോളെ. അവർ പരസ്പരം കെട്ടിപ്പിടിച്ചു. അങ്ങനെ തന്നെ അമ്മയുടെ കുടുംബക്കാരെ കാണാൻ അവൾ സിംഗപ്പൂരിൽ നിന്ന് വിമാനം കയറി. നാട്ടിൽ അവളെ സ്വീകരിക്കാൻ കാവ്യയുടെ ഫ്രണ്ട് സുധീർ ഉണ്ടായിരുന്നു. ഹലോ സുധീർ. ഹായ് കാവ്യ, യാത്രയ്ക്ക് സുഖമായിരുന്നോ? ആ, സുഖമായിരുന്നു. പിന്നെ എന്തെങ്കിലും വിശേഷം? നല്ല വിശേഷം, നീ വാ. അവർ നേരെ പോയത് സുധീറിന്റെ വീട്ടിലേക്കാണ്. അവിടെ സുധീറിന്റെ അച്ഛനും അമ്മയും ഉണ്ട്. അവരെയൊക്കെ കണ്ടു. സുധീറിന്റെ വീട്ടിൽ തന്നെ അവൾക്ക് താമസിക്കാനുള്ള സൗകര്യം അവരൊരുക്കി. 2 ദിവസം കഴിഞ്ഞ് മീനു തന്റെ കുടുംബക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ വെച്ച് അവൾ സാവിത്രി മുത്തശ്ശിയും അമ്മായിയും കണ്ടു. അവൾക്ക് അവരെ മനസ്സിലായെങ്കിലും അവർക്ക് മീനുവിനെ മനസ്സിലായില്ല. അവരോടൊപ്പം ചന്ദ്രികയുടെ സഹോദരിയുടെ മകൾ കല്യാണിയും ഉണ്ടായിരുന്നു. കുഞ്ഞുനാളിൽ വിഷ്ണുവിനോടും കല്ലുവിനോടൊപ്പമായിരുന്നു മീനു കളിച്ചു വളർന്ന്. അവൾ പോയി അവർക്കടുത്ത് നിന്ന് തൊഴുതു. ഭഗവാനെ, എന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ എന്നെ സഹായിക്കണേ. അവൾ കണ്ണുകളടച്ച് ഈശ്വരനോട് പ്രാർത്ഥിച്ചു. കുറച്ചു സമയം ക്ഷേത്രമുറ്റത്ത് ആൽമരച്ചോട്ടിൽ അവൾ ഇരുന്നു. അപ്പോഴാണ് മുത്തശ്ശി അടുത്തായി വന്നിരുന്ന്. മുത്തശ്ശി അവളെ നോക്കി. മോളെ ഇവിടെങ്ങും മുമ്പ് കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഈ നാട്ടുകാരിയിലെ മുത്തശ്ശി. ഇവിടുത്തെ ഉത്സവം കാണാൻ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നാ. അതെയോ? എന്താ മോളുടെ പേര്? നാട് എവിടെയാ? എൻ്റെ പേര് പ്രിയ എന്നാ. നാട് തൃശ്ശൂരാ. ഞാൻ സിംഗപ്പൂരാ വർക്ക് ചെയ്യുന്നത്.
അവിടുത്തെ ഫ്രണ്ട് ഈ നാട്ടുകാരിയാ. ഈ നാട്ടിൽ ഇതാരാ മോളെ? കാവ്യ എന്നവളുടെ പേര്. കുറെ വർഷങ്ങളായിട്ട് അവളും പാരൻസ് സിംഗപ്പൂരിൽ സെറ്റിൽഡാ. ഓ ശരി മുത്തശ്ശി, എന്നാ പോയിക്കോട്ടെ. ആ ശരി മോളെ. നല്ല ഐശ്വര്യമുള്ള കുട്ടി അല്ലേ ചന്ദ്രികേ? അതെ അമ്മേ. അവരെ കണ്ട് മടങ്ങുന്ന വഴി എന്തിനെന്നറിയാതെ മീനുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. പാവം മുത്തശ്ശി സ്വന്തം മകളെ കൊല്ലാൻ കൂട്ടിയുന്ന മകളെ പോലെ സ്നേഹിക്കുന്നു. ചന്ദ്രികയെ കണ്ടപ്പോൾ അവൾക്ക് ദേഷ്യം ഇരച്ചു കയറി. പക്ഷെ അവൾ സംയമനം പാലിച്ചു. അല്ല, എന്താണ് ഇതിന്റെ മുഖം കടന്നലുത്തിയ പോലെ? ക്ഷേത്രത്തിൽ നിന്ന് വന്ന മീനുവിനോട് സുധീർ ചോദിച്ചു. ഞാൻ കണ്ടു സുധീർ, എന്റെ മുത്തശ്ശിയെയും കല്ലുവിനെയും. ഒപ്പം എന്റെ അമ്മ പിടഞ്ഞു മരിക്കുമ്പോൾ പുച്ഛം നിറഞ്ഞ ചിരിയോടെ നോക്കിയെന്ന് അവരെയും. മീനു, നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷെ നിന്റെ ലക്ഷ്യം നിറവേറണമെങ്കിൽ നീ കാത്തിരുന്നേ പറ്റൂ. എനിക്ക് മനസ്സിലാവും സുധീർ. ഒന്നിനെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനെയും മുഖം മൂടി ഞാൻ വലിച്ചു കീറിയിരിക്കും. 2 ദിവസത്തിന് ശേഷം ക്ഷേത്രത്തിൽ ദീപാരാധന തൊഴാനെത്തിയപ്പോൾ മീനുവിനെ അവർ വീണ്ടും കണ്ടു. അന്ന് അവരോടൊപ്പം വിഷ്ണു ഉണ്ടായിരുന്നു. മുത്തശ്ശി അവൾ വിഷ്ണുവിനെ പരിചയപ്പെടുത്തി. ആൾ കുറച്ചേരം അവനെ തന്നെ നോക്കി നിന്നു. താൻ പണ്ട് ഒപ്പം കളിച്ചിരുന്ന തന്റെ കളിക്കൂട്ടുകാരൻ. എന്ത് സാധനം കിട്ടിയാലും അതാദ്യം തനിക്കാവും വിഷ്ണുവേട്ടൻ തരിക. അത്രയ്ക്ക് കൂട്ടായിരുന്നു തന്നോട്. ഇപ്പൊ വളർന്നു വലുതായി ആര് കണ്ടാലും നോക്കി പോകുന്ന ഒരു സുന്ദരനായിരിക്കുന്നു. അമ്മേ, ഞാൻ വീട്ടിൽ പോവാ. നിങ്ങൾ പോരുന്നുണ്ടോ? ഇല്ല മോനെ, നീ പോയിക്കോ, ഞങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരാം, ചന്ദ്രിക പറഞ്ഞു. ശരി അമ്മേ. വിഷ്ണു വീട്ടിലേക്ക് പോയി. പിന്നീട് പലപ്പോഴും മാളിയക്കൽ ഗ്രൂപ്പ്സിന്റെ ടെക്സ്റ്റൈൽസിലും ഷോപ്പിംഗ് മാളിലൊക്കെ സുധീറിനൊപ്പം മീനു പോയി. ഒരിക്കൽ ഷോപ്പിംഗ് മാളിലെ കഫേയിൽ ഒരു കോഫി കുടിക്കാൻ പോയതാണ് സുധീറും മീനുവും സുധീറിന്റെ കസിൻ മായയും കൂടി. അവർ കോഫി ഓർഡർ ചെയ്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നപ്പോഴാണ് അവരിരുന്ന ടേബിളിന് അടുത്ത ടേബിളിൽ ഇരുന്ന 2-3 ചെറുപ്പക്കാർ അവരെ കണ്ടത്. അത്യാവശ്യം സൗന്ദര്യമുള്ള മീനുവിനെയും മായയും കണ്ടപ്പോൾ അത്ര നല്ല സ്വഭാവമില്ലായിരുന്ന ആ ചെറുപ്പക്കാർക്ക് അവരെയൊന്ന് മുട്ടണമെന്ന് തോന്നി. അതിലൊരാൾ എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് വന്നു. ഹലോ, കോഫി കുടിക്കാൻ വന്നാണോ? അവൻ അവരോട് ചോദിച്ചു. അല്ല, സ്വർണ്ണ എടുക്കാൻ വന്നാ. എന്തേ? മായ അയാളോട് പറഞ്ഞു. ആഹാ, നല്ല കോമഡിയാണല്ലോ, എനിക്കിഷ്ടപ്പെട്ടു. കോമഡിയും അത് പറഞ്ഞ ആളിനെയും. അവനെ അവളൊന്ന് ഒഴിഞ്ഞു നോക്കി. അവൾ മുഖം തിരിച്ചു. എന്നാൽ അവൻ വിടുന്ന ലക്ഷണം കണ്ടില്ല. അല്ല, എന്താ മോളുടെ പേര്? അവളൊന്നും മിണ്ടിയില്ല. അവൻ വീണ്ടും അവർക്ക് നേരെ തിരിഞ്ഞു. ചെവി കേൾക്കില്ലേ മോളെ? അതെ, എന്താ സാറിന് വേണ്ടത്? സുധീർ എഴുന്നേറ്റ് ചോദിച്ചു. ഞാൻ എന്ത് ചോദിച്ചാലും താൻ തരുവോടാ? ദോ ഇവരെ തരുവോ ഒരു ദിവസത്തേക്ക്? വൃത്തിയോട് പറയുന്നതാ ചേറ്റേ. സുധീർ അവന്റെ കോളറിന് കയറി പിടിച്ചു. അപ്പോഴേക്ക് അയാളുടെ കൂടെ ഉണ്ടായിരുന്നവർ എഴുന്നേറ്റ് അവർക്കടുത്തേക്ക് വന്നു. ആഹാ, ഇവരെ പറഞ്ഞപ്പോ നിനക്കാണോടാ കൊണ്ട്? അപ്പൊ നീയാണോടാ ഇവർ വെച്ചുകൊണ്ടിരിക്കുന്നത്? അവൻ വീണ്ടും ചോദിച്ചു. നിന്റെ കുഞ്ഞമ്മയാടാ ഞാൻ വെച്ചുകൊണ്ടിരിക്കുന്നത് പാട്ടി. സുധീർ അവനെ നെഞ്ചാങ്കൂട് നോക്കി ചവിട്ടി. അപ്പോഴേക്ക് അവന്റെ കൂടെയുള്ളവന്മാർ സുധീറിന് നേരെ തിരിഞ്ഞു. മീനുടനെ അവന് മുമ്പിൽ കയറിയുന്നു. ഡോ, തനിക്കൊക്കെ എന്തിനു കേടാ? വെറുതെ പ്രശ്നം ഉണ്ടാകാതെ പോവാൻ നോക്ക്. അങ്ങനെ പോകാൻ പറ്റില്ലല്ലോ മോളെ. ഇവൻ എന്റെ മേത്ത് കൈവച്ചില്ലേ? അപ്പൊ ഇവനൊരെണ്ണം കൊടുക്കാതെ പോയാൽ എങ്ങനെ അവള് ശരിയാവുക? നീ എന്നെ എന്ത് ചെയ്യടാ? ഡോ, താനല്ലേ ആദ്യം പ്രശ്നം ഉണ്ടാക്കാൻ വന്നേ, എന്നിട്ട് ഞങ്ങളുടെ വെക്കിട്ട് കയറുന്നോ? ഒന്ന് പോടാ. നിന്ന് ചിലക്കാതെ മാറടി, അല്ലെ നിന്നെ പരസ്യമായിട്ട് നാറ്റിക്കും ഞാൻ. നീ എന്നെ എന്ത് ചെയ്യടാ? ഞാൻ ആനവളുടെ ദേഹത്ത് തൊടാനായി കൈ ഉയർത്തി. അപ്പോഴേക്കാൾ അവന് മർമ്മ നോക്കി ചവിട്ട് കൊടുത്തു. ദേഹം കിടക്കുന്നവൻ വെട്ടിയിട്ട വാഴ പോലെ. അപ്പോഴേക്കും മറ്റുള്ളവർ അവൾക്ക് നേരെ പാഞ്ഞു. ഒറ്റയാണ് എന്റെ അടുത്തേക്ക് വന്നേക്കരുത്. വന്നാ അവളൊരു താക്കിയതോടെ പറഞ്ഞു നിർത്തി. എന്താണ് പ്രശ്നം? അവിടേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. എല്ലാവരും നോക്കി. അത് വിഷ്ണുവായിരുന്നു. എന്താ കാര്യം? വിഷ്ണു, ഇവര് വെറുതെ പ്രശ്നം ഉണ്ടാക്കിയതാ. ഇവനെ വിളിച്ച് ചവിട്ട് വീഴ്ത്തി. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ മീനുവിനെ ചൂണ്ടി പറഞ്ഞു. എന്താ കാര്യം? നീ ആരാടി എന്റെ ഷോപ്പിൽ കയറി എന്റെ കൂട്ടുകാരനെ ഉപദ്രവിക്കാൻ? അത് ഇയാൾ ഞങ്ങളോട് അനാവശ്യം പറഞ്ഞ്, മീനു പറഞ്ഞു. അല്ലടാ ഇവളാ, വീണിരുന്നവൻ പറഞ്ഞു. ഡീ, കോഫി കുടിക്കാൻ വന്ന മര്യാദ കുടിച്ചിട്ട് വേണം, അല്ലാതെ ആമ്പിള്ളയുടെ മെക്കിട്ട് കയറില്ല വേണ്ടത്. സത്യം എന്താണെന്നറിയാ വിഷ്ണു അങ്ങനെ പറഞ്ഞാൽ അവൾക്ക് സങ്കടം തോന്നി. കാര്യം എന്താണെന്ന് അറിയാതെ നിങ്ങൾ സംസാരിക്കുന്നേ. നീ എന്റെ കാര്യമൊന്നും ബോധിപ്പിക്കണ്ട. എന്റെ ഫ്രണ്ട്സിനെ എനിക്കറിയാം. ഓരോന്നിനും അവരെ കയറി വന്നോളൂ, മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ശല്യങ്ങൾ. അതുകൂടെ കേട്ടതോടെ മീനുവിന്റെ സകല നിയന്ത്രണവും പോയി. കൂട്ടുകാരാണെന്ന് കരുതി അമിതമായിട്ട് വിശ്വസിക്കുമ്പോൾ അവർ ചെയ്യുന്ന എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. ഇല്ലേ ചിലപ്പോ സ്വന്തം കോഫി ഷോപ്പിൽ കൂട്ടുകാർക്ക് അനാശാസ്യത്തിന് കൂട്ടിന്നെന്ന് പറഞ്ഞ് അകത്തിടക്കേണ്ടി വരും. നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്ത് തോന്നിയാസം വിളിച്ചു പറയുന്നതായിട്ട് പുല്ലേ. അവന്റെ കൈ അവിടെ കവിളിൽ പതിച്ച്. അവൾ കവിളിൽ കൈവച്ച് നിറഞ്ഞ മിഴികളോടെ പുറത്തേക്ക് ഓടി. ഡാ, അവിടെ ദേഹത്ത് നീ കൈവെക്കൂലടാ. സുധീർ അവന്റെ കോൾ പിടിച്ചു. ഒന്ന് പോടാ. വിഷ്ണു അവനെ പിടിച്ചെള്ളി. മീനു, നീ നിക്ക്. സുധീർ അവൾക്ക് പിന്നാലെ പോയി. മായും മീനു ഇവള് കൊള്ളാലോടാ. നേരത്തെ പ്രശ്നം ഉണ്ടാക്കിയവൻ വിഷ്ണു കേൾക്കാതെ മറ്റുള്ളവരോട് പറഞ്ഞു. നീ ഇങ്ങനെ കരയാതെ, മായ അവളെ ആശ്വസിപ്പിച്ചു. എന്നാലും വിഷ്ണുവേട്ടൻ, നീ ആരാന്ന് അവൻ അറിയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ കൂട്ടുകാരവൻ വലുത്. അവരവനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക.
അവരുടെ ശരിക്കുള്ള സ്വഭാവം വിഷ്ണുവിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാ അവരിങ്ങനെയൊക്കെ പ്രതികരിച്ച്. എന്തായാലും പോട്ടെ, സാരില്ല, നീ അതൊക്കെ മറന്നേക്ക്. എന്നിട്ട് നീ ഇവിടെ വന്ന് എന്തിനാന്നുള്ള കാര്യം ഓർക്ക്, മായ പറഞ്ഞു. മീനു കണ്ണുകൾ തുടച്ച് അവിടുന്ന് എഴുന്നേറ്റു. അവൾ മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടി. ഒരു വിഷു ദിവസം മീനുവും മായും കൂടി ക്ഷേത്രത്തിലേക്ക് പോയി. അവിടെ വെച്ച് മുത്തശ്ശിയെ കണ്ടു. മുത്തശ്ശി അവരെ തറവാടിലേക്ക് പോകാൻ നിർബന്ധിച്ചു. ആദ്യമൊക്കെ അവൾ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നെ മുത്തശ്ശിയുടെ നിർബന്ധത്തിൽ അവൾക്ക് സമ്മതിക്കേണ്ടി വന്നു. അങ്ങനെ മുത്തശ്ശിയോടെ പിരിവരും തറവാട്ടിലേക്ക് പോയി. തറവാടിന്റെ മുറ്റത്ത് വണ്ടി നിർത്തി അവരിറങ്ങി. അവൾ ഒരു നിമിഷം അവിടുന്ന് ആ തറവാട്ടിലേക്ക് നോക്കി. താൻ കളിച്ചു വളർന്ന തറവാട്. പിച്ച വെച്ച് നടന്ന തിരുമുറ്റത്തേക്ക് അവൾ കാലുകൾ പതിപ്പിച്ചു. അവളുടെ നിറഞ്ഞു വന്ന മിഴികൾ ആരും കാണാതിരിക്കാൻ അവൾ പാടുപെട്ടു. അല്ല, ഇതാരൊക്കെയാ വന്നേക്കുന്നത്? വാ വാ. ചന്ദ്രിക അവരെ സ്വീകരിച്ചു. കുറച്ചു കഴിഞ്ഞ് നാരായണനും വിഷ്ണു അങ്ങോട്ടേക്ക് വന്നു. അവളെ ചന്ദ്രിക നാരായണനും പരിചയപ്പെടുത്തി. എന്നാൽ വിഷ്ണുവിനെ അവളെ കണ്ടപ്പോൾ ദേഷ്യം ഇരച്ചു കയറി. ഇവളാരാണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ മുത്തശ്ശി കൂട്ടിക്കൊണ്ടോന്ന്? അതെന്താ മോനെ നീ അങ്ങനെ പറഞ്ഞേ? മുത്തശ്ശി ചോദിച്ചു. അത് കോഫി ഷോപ്പിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ വിഷ്ണു അവരോട് പറഞ്ഞു. അല്ല മുത്തശ്ശി, അതല്ല സത്യം. സത്യം എന്താണെന്ന് ഞാൻ പറയാം. നീ ഇവിടെ ആരെയും സത്യം ബോധിപ്പിക്കേണ്ട കാര്യമില്ല. വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്, വിഷ്ണു പറഞ്ഞു. എന്തൊക്കെയായാലും ഞാൻ കൂട്ടിയിട്ട് വന്നവരെ ഇറക്കി വിടാൻ പറ്റില്ല, മുത്തശ്ശി വിഷ്ണുവിനോട് പറഞ്ഞു. വിഷ്ണു ദേഷ്യത്തിൽ അവിടുന്ന് പോയി. മോൾ ഇതൊന്നും കാര്യാക്കേണ്ട, നിങ്ങൾ വന്നേ. ചന്ദ്രികയെ പിള്ളേർക്ക് വല്ലതും കുടിക്കാൻ കൊടുക്ക്. ശരിയമ്മേ. കുറച്ചു കഴിഞ്ഞ് ചന്ദ്രിക അവർക്കുള്ള സംഭാരവുമായി വന്നു. എല്ലാവരും ചേർന്ന് സദ്യ കഴിച്ചു. എന്നിട്ട് മുത്തശ്ശി അവരെ തറവാട് മുഴുവൻ കാണിച്ചു. ഇതാണ് എൻ്റെ മകൾ ലക്ഷ്മിയുടെ മുറി. മുത്തശ്ശി മുറി തുറന്ന് കാണിച്ചു. തൻ്റെ അമ്മയുടെ മുറി കണ്ടപ്പോൾ മീനുവിന് സങ്കടം തോന്നി. തൻ്റെ അമ്മയുടെ എല്ലാ സാധനങ്ങളും അവൾ ആ മുറിയിൽ കണ്ടു. അവളുടെ മുറി അതുപോലെ സൂക്ഷിച്ചിട്ടുണ്ട്. അവൾ ഉപയോഗിച്ച എല്ലാം ഈ മുറിയിലുണ്ട്. എൻ്റെ കാലം കഴിയുന്നവരെ ഇതിങ്ങനെ തന്നെ കാണും എനിക്ക്, മുത്തശ്ശി പറഞ്ഞു. തൻ്റെ അമ്മയുടെ ഓരോ സാധനങ്ങൾ അവൾ എടുത്തു നോക്കി. നിറഞ്ഞ അവളുടെ കണ്ണുകൾ മുത്തശ്ശി കാണാതിരിക്കാൻ അവൾ മെല്ലെ കണ്ണു തുടച്ചു. മുത്തശ്ശി, കുറച്ചു നേരം ഞാൻ ഈ മുറിയിൽ ഇരുന്നോട്ടെ? ലക്ഷ്മി തമ്പുരാട്ടിയെ പോലെ ആയിരുന്നു എൻ്റെ അമ്മയും. എനിക്കെന്തോ വല്ലാത്തൊരു ഫീലിങ്സ്. കുറച്ചു നേരം ഞാൻ ഈ മുറിയിൽ ഇരുന്നോട്ടെ? അതിനെന്താ മോളെ, മോളിരുന്നു. മുത്തശ്ശിയൊപ്പം മായും പുറത്തേക്ക് ഇറങ്ങി. മീനു അമ്മയുടെ കട്ടിലിരുന്നു. കുറച്ചു നേരം ആ ബെഡിൽ തലവെച്ച് കിടന്നു. തൻ്റെ അമ്മയുടെ നെഞ്ചിൽ കിടക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ എഴുന്നേറ്റ് അലമാര തുറന്ന് അമ്മയുടെ ഡ്രസ്സ് എടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് പൊട്ടിക്കരഞ്ഞു. ആ മുറിയിലാകെ തന്റെ അമ്മയുടെ ഗന്ധമുണ്ടെന്ന് അവൾക്ക് തോന്നി. അവൾ മേശ തുറന്ന് അമ്മയുടെ സിന്ദൂരസ്യപ്പെടുക്കാനായി പോയി. പെട്ടെന്നൊരു ശബ്ദം പിന്നിൽ നിന്ന് കേട്ടു. നീ പെരുങ്കള്ളി, മോഷ്ടിക്കുന്നോ? നിന്നെ വാടിയുടെ. വിഷ്ണു അവളുടെ മുടിക്ക് പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ വീട്ട് എന്നെ വീട്ട മിണ്ടി പോരുത്. അവൻ ഉമ്മറത്തേക്ക് അവളെയും വലിച്ചു വന്നു. അച്ഛാ, അമ്മേ, മുത്തശ്ശി. എന്താടാ വിളിച്ചു പോകുന്നേ? ചന്ദ്രിക ഉമ്മറത്തേക്ക് വന്നു. ഒപ്പം മുത്തശ്ശിയും മായും. എന്താടാ, എന്തിനാ കൊച്ചിനെ മുടിക്കുത്തിനെ പിടിച്ചേ? വിടറാ, ചന്ദ്രിക പറഞ്ഞു. എന്തിനാന്നോ? കള്ളിയായി വിടും. എല്ലാവരുടെയും കണ്ണുതെറ്റിയപ്പോ ലക്ഷ്മി അമ്മായിയുടെ മുറിയിൽ കയറി മോഷണം നടത്താൻ ശ്രമിക്കായിരുന്നു. ഞാൻ കണ്ടുകൊണ്ടൊന്നും നഷ്ടപ്പെട്ടില്ല. ഡാ, അവളെ വിടറാ. അവള് മോഷ്ടിക്കാൻ കയറിയതൊന്നല്ല. ഞാൻ ഇവരെ തറവാട് കാണിക്കായിരുന്നു. ലക്ഷ്മിയുടെ മുറി കയറിയപ്പോൾ അവൾക്ക് അവളുടെ അമ്മയെ ഓർമ്മ വന്നു എന്നും പറഞ്ഞു. കുറച്ചു നേരം അവിടെ ഇരുന്നോട്ടെ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അവളോട് അവിടെ ഇരുന്നോളാൻ പറഞ്ഞേ, മുത്തശ്ശി പറഞ്ഞു. ആരാ എന്താണെന്നറിയാത്തവരെ പിടിച്ച് തറവാട്ടി കയറ്റിയ എന്തൊക്കെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല മുത്തശ്ശി. സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. ഓ, നീ കരുതുന്ന പോലെയല്ല കാര്യങ്ങള്. അന്ന് കോഫി ഷോപ്പിൽ നടന്നൊക്കെ മോള് ഞങ്ങളോട് പറഞ്ഞു. നിന്റെ ആ കൂട്ടുകാരത്ര വെടിപ്പൊന്നുമല്ല. മുത്തശ്ശി, ഇവള് പറഞ്ഞ കള്ളക്കഥ കേട്ട് നിങ്ങളും എന്റെ കൂട്ടുകാരെ അവിശ്വസിക്കുകയാണോ? അവരെനിക്ക് നന്നായിട്ട് അറിയാം. നീ കള്ളക്കഥകൾ പറഞ്ഞ് എല്ലാരെയും പറ്റിക്കാന്ന് കരുതിയോ നീ? ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല. നീ നിന്നെ ഞാൻ അവൾക്ക് നേരെ കൈ ഉയർത്തി. വിഷ്ണു, മുത്തശ്ശി വിളിച്ചു. കുറച്ചു സമയത്തിന് ശേഷം മീനുവും മായോടൊന്ന് പോയി. പിന്നീട് അവർ തറവാടിൽ ചെന്നിരുന്നു. വിഷ്ണു ഒഴികെ അവിടെയുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാണ് മീനുവിനെ. ഒരിക്കൽ മീനു തറവാടിൽ ചെന്നപ്പോൾ അന്നൊരു ദിവസം അവിടെ താമസിക്കാൻ മുത്തശ്ശി നിർബന്ധിച്ചു. അങ്ങനെ അവൾ അവിടെ താമസിച്ചു. അവൾക്ക് മറ്റൊരു മുറി കൊടുത്തപ്പോൾ ലക്ഷ്മിയുടെ മുറി മതിയെന്ന് അവൾ പറഞ്ഞു. മോളെ, അത് എൻ്റെ മോള് പോയ ശേഷം ആരും ആ മുറി അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. സാരമില്ല, എനിക്ക് ആ മുറി മതി. എല്ലാവരും മുഖത്തോട് മുഖം നോക്കി. മോളുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ. ചന്ദ്രികയെ മോൾക്ക് മുറി തുറന്നു കൊടുക്ക്. ശരി അമ്മേ. അവൾ അമ്മയുടെ റൂമിൽ കയറി കുറെ നേരം ആ ജനാലിലൂടെ പുറത്തേക്ക് നോക്കി. പിന്നീട് ബെഡിലിരുന്ന് അമ്മയുടെ തറയിണയിൽ മുഖം ചേർത്ത് കിടന്നു. ശേഷം തറയിണ കെട്ടിപ്പിടിച്ച് നിറഞ്ഞ കണ്ണുകളോടെ പറഞ്ഞു. അമ്മ, എനിക്ക് കൊതി തീരുവോളം എൻ്റെ അമ്മയ്ക്ക് പുറങ്ങാൻ പറ്റിയില്ലല്ലോ. അമ്മയുടെ കയ്യിൽ നിന്ന് ഭക്ഷണമായി കഴിക്കാൻ പറ്റിയില്ലല്ലോ. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കിടന്നു. എന്നാൽ പുറത്ത് രണ്ട് കണ്ണുകൾ അവൾ നിരീക്ഷിക്കുന്ന അവൾ അറിഞ്ഞില്ല. അവൾ പറഞ്ഞൊക്കെ അയാൾ കേട്ടത് അവൾ അറിഞ്ഞില്ല. അവളെപ്പോഴും ഉറങ്ങിപ്പോയി. പിറ്റേന്ന് രാവിലെ അവൾ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് താഴേക്ക് ചെന്നു. ആഹാ, മോള് നേരത്തെ എഴുന്നേറ്റോ? ആ മുത്തശ്ശി, ദാ മോളെ ചായ കുടിക്ക്. ചന്ദ്രിക അവൾക്ക് ചായ കൊടുത്തു. എങ്ങനെയുണ്ടായിരുന്നു മോളെ ഉറക്കം? കുറെ നാളിന് ശേഷം സുഖമായിട്ടൊന്ന് ഉറങ്ങി ഇന്നലെ മുത്തശ്ശി.
എൻ്റെ ലക്ഷ്മി മോള് പോയ ശേഷം ആ മുറിയിൽ ഞാൻ വിരളായിട്ടേ കയറും. അവളുടെ ഓർമ്മകൾ എന്നെ വല്ലാണ്ട് വേദനിപ്പിക്കും. അല്ല, മോളുടെ അമ്മ എങ്ങനെയാ മരിച്ചേ? ചന്ദ്രിക ചോദിച്ചു. അത് ഒരു ആക്സിഡന്റ് ആയിരുന്നു ആൻറ്റി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. അത് കണ്ടപ്പോൾ പിന്നെ ആരും അവളോടൊന്നും ചോദിച്ചില്ല. പിറ്റേന്ന് അവൾ തിരിച്ചുപോയി. ദിവസങ്ങൾ പലതും കൊഴിഞ്ഞു. അപ്പോഴും ആ കണ്ണുകൾ അവൾക്ക് പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു, അവൾ അറിയാതെ. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, ശങ്കർ, അവളുടെ മകളുണ്ട്, തനിച്ചാ സ്കൂട്ടിലെ വന്ന്, ഞങ്ങൾ സ്കെച്ച് ചെയ്യട്ടെ? മുരളി ചോദിച്ചു. ആടാ, കുറച്ച് നാളെ അവളെ ഞാൻ തേടിക്കൊണ്ടിരിക്കുക. ഇന്ന് അവൾക്കുള്ള പണി ഞാൻ കൊടുക്കും. നിങ്ങൾ അവളെ പൊക്കി നമ്മുടെ ഗോഡനിൽ കൊണ്ടുവന്നേക്ക്, ശങ്കർ പറഞ്ഞു. ഓക്കേടാ. ആ സുധീർ, ഞാനിവിടെ മാളിലുണ്ട്, കുറച്ച് ലേറ്റ് ആവും വരുമ്പോൾ. ഓക്കെടി. അവൾ ഷോപ്പിംഗ് കഴിഞ്ഞ് ജ്യൂസ് കുടിച്ച് പുറത്തിറങ്ങി. സ്കൂട്ടി എടുത്ത് അവളും തിരിച്ചു. കുറേ ദൂരം പോയപ്പോൾ ഒരു സ്കോർപ്പിയോ അവളെ ഫോളോ ചെയ്യുന്ന അവൾക്ക് തോന്നി. അവൾ സ്കൂട്ടിയുടെ വേഗത കൂട്ടി. പക്ഷെ ആ വണ്ടി അവൾക്ക് മുമ്പിൽ തടസ്സം സൃഷ്ടിച്ചു. ആ മാര അവളെ പിടിച്ചു വലിച്ച് വണ്ടി കയറ്റി. ആ വണ്ടി നേരെ പോയതൊരു ഗോഡൌണിലേക്കാണ്. അവിടെ ശങ്കർ ഉണ്ടായിരുന്നു. അവളെ കണ്ടതൊരു വഷളം ചിരിയോടെ അവൻ അവൾ ഒഴിഞ്ഞു നോക്കി. നിനക്കൊക്കെ ഇത് എന്തിന്റെ കേടാ? ഞങ്ങളുടെ കേട് മാറ്റാനല്ലേ മോളെ നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ശങ്കർ പറഞ്ഞു. മര്യാദക്ക് എന്നെ വിട്ടോ? ഇല്ലേ, നീ എന്ത് ചെയ്യടി? അവിടെ അഹങ്കാരം കണ്ടില്ലേ? ഇവിടെ വാടി. അവനവളെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകാനായി തുടങ്ങി. ശങ്കർ! പെട്ടെന്നാണ് ഒരു വിളി കേട്ടത്. എല്ലാവരും തിരിഞ്ഞു നോക്കി. വിഷ്ണു, നീ എന്താണ് അവിടെ? ശങ്കർ ചോദിച്ചു. ഞാൻ എന്താ ഇവിടെ എന്നുള്ളതല്ല ഇപ്പൊ വിഷയം. നിങ്ങളെന്തിനാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വിഷ്ണു, ഇവളെന്നെ കണ്ടപ്പോ എന്റെ കൂടെ വന്നോട്ടേന്ന് ചോദിച്ചു. അതാ ഞാൻ കൂട്ടിയേ. ഇവൾക്ക് എന്നെ അങ്ങ് ബോധിച്ചു കാണും. കള്ളം പറയുന്നോടാ. ഇവന്മാരിവളെ പിടിച്ച മുതൽ ഞാനിവിടെ പിന്നാലെയുണ്ട്. നിന്നെയൊക്കെ പോലെ വൃത്തികെട്ടന്മാരാണല്ലോ എന്റെ കൂട്ടുകാരെന്ന് ഓർക്കുമ്പോ എനിക്ക് നീ കൂടുതൽ വാചകം നടിക്കേണ്ട. വേണേ ഞങ്ങൾ ഡേസ്റ്റിയുടെ പങ്ക് നിനക്കും തരാം. എന്തു പറഞ്ഞോ ചെറ്റേ? അവനവനെ കോളിൽ പിടിച്ചു. നിനക്ക് ഇത്രയും വേദനിക്കുന്നത് നിന്റെ പെങ്ങളോ കാമിയൊന്നല്ലല്ലോ. ആ പുലേ! വിഷ്ണു അവൻ നേരെ വന്നു. അവിടെ പിന്നെ അടിയുടെ പൂരമായിരുന്നു. ആമാരെ അടിച്ച് അവശനാക്കി വിഷ്ണു. ഇനി മേലാൽ നിന്നെ ഒന്ന് എന്റെ കൺവെട്ടത്ത് കണ്ടുപോരുത്. നിന്റെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഞാൻ ഇന്നത്തോടെ അവസാനിപ്പിക്കുക. വടി! അവനവിടെ കൈ പിടിച്ച് അവിടുന്ന് പോയി. കയറ്, അവനോടോട് പറഞ്ഞു. വണ്ടിയിൽ കയറി. ഒപ്പം അവളും. എന്നോട് ദേഷ്യമായിരുന്നില്ലേ? പിന്നെ ഇതിനെ രക്ഷിച്ചേ? നിന്നോട് എനിക്ക് ദേഷ്യമാണ്. പക്ഷെ എൻ്റെ പഴയ കളിക്കൂട്ടുകാരോട് ദേഷ്യപ്പെടാൻ എനിക്ക് പറ്റില്ല. അവൾ ആരുടെ മുമ്പിലും പിച്ച് ചിന്താൻ ഇട്ടുകൊടുക്കാറും എനിക്ക് കഴിയില്ല. അവൾ ഞെട്ടി അവനെ നോക്കി. നോക്കേണ്ട, നീ എൻ്റെ പഴയ മീനുവാണെന്ന് എനിക്കറിയാം. എനിക്കറിയേണ്ട ഒന്ന് മാത്രം, എന്തിനായിരുന്നു നാടകം? അത് മാത്രം അറിഞ്ഞാൽ മതി. വിഷ്ണുവേട്ടൻ, ഞാൻ പറയണേ. അവൻ വണ്ടി നിർത്തി ഇറങ്ങി. അവൾ ഇറങ്ങി. സത്യാരോടും പറയാഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് സംഭവിച്ച എനിക്ക് സംഭവിക്കാതിരിക്കാനാ. എന്താ നീ ഒന്ന് തെളിച്ച് പറയുന്നുണ്ടോ മീനു? എൻ്റെ അമ്മ മരിച്ചല്ല, കൊന്നതാ. നീ എന്തൊക്കെയാ പറയുന്ന മീനു? അതേ വിഷ്ണുവേട്ട, അമ്മയെ ശ്വാസം മുട്ടിച്ച് കൊന്ന. ആര്? എന്തിന്? ഇപ്പൊ മറ്റൊന്നും വിഷ്ണുവേട്ടനോട് ചോദിക്കരുത്. എൻ്റെ അച്ഛൻ്റെ വാക്ക് മാത്രമേ എനിക്ക് തെളിവായിട്ടുള്ളൂ. അത് പറഞ്ഞ് ആരും വിശ്വസിക്കില്ല. ഞാൻ തിരിച്ചു പോകും മുമ്പ് അവരുടെ നാവിൽ നിന്ന് തന്നെ ആ വിഷ്ണുവേട്ടനെ കേൾപ്പിക്കാം. നീ എവിടെ പോവാന്നാ? ഞാൻ സിംഗപ്പൂരിലെ വിഷ്ണുവേട്ട. അച്ഛനെ അങ്ങോട്ടേക്കാണ് കൊണ്ടുപോയത്, അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെയും ഫാമിലിയുടെയും അടുത്തേക്ക്. അമ്മാവൻ? 1 വർഷത്തിന് മുമ്പ് അച്ഛൻ എന്നെ തനിച്ചാക്കി അമ്മക്കടുത്തേക്ക് പോയി. ഞാൻ കളിച്ചു വളർന്ന തറവാട് നിങ്ങളേക്കൊന്ന് കാണണം തോന്നി. അതാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന്. എന്നോടെങ്കിലും സത്യം പറയാൻ തോന്നിയില്ലോടി നിനക്ക്? അതിന് കണ്ടപ്പോൾ മുതൽ വിഷ്ണുവേട്ടൻ കലിപ്പല്ലേ? ഇനി എപ്പോഴാണ് തറവാട്ടിലേക്ക് വരുന്നത്? വരാം വിഷ്ണുവേട്ട. പിന്നെ പലപ്പോഴും മീനു തറവാട്ടിൽ പോയി. അന്നൊന്നും വിഷ്ണു വഴക്കുണ്ടാക്കിയില്ല. പകരം അവളോടൊപ്പം സൗഹൃദം പങ്കിട്ടു. എല്ലാവർക്കും അവളെ വലിയ കാര്യമായിരുന്നു. പക്ഷെ അവളുടെ ഉള്ളിൽ ഒരു കരലെരിയുന്ന ആരും അറിഞ്ഞില്ല. നീ വിഷ്ണുവിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞോ? സുധീർ ചോദിച്ചു. ഇല്ല സുധീർ, ഞാനിപ്പോൾ പറഞ്ഞ ആരും ഒന്നും വിശ്വസിക്കില്ല. അവരുടെ നാവിൽ നിന്ന് തന്നെ അത് പറയിക്കണം, എന്നാലേ വിശ്വസിക്കൂ. സൂക്ഷിക്കണം. നീ ആരാണെന്നറിഞ്ഞാൽ അവർ നിന്നെ അപായപ്പെടുത്താൻ നോക്കും. എനിക്കറിയാം സുധീർ, ഞാൻ ശ്രദ്ധിച്ചോളാം. ഒരു ദിവസം മീനു വിഷ്ണുവിനോടൊപ്പം കോഫി ഷോപ്പിലിരിക്കുന്ന നാരായണൻ കണ്ടു. വൈകുന്നേരം വിഷ്ണുവിനൊപ്പം മീനും തറവാട്ടിലേക്ക് വന്നു. വിഷ്ണു, ഒന്നവിടെ നിൽക്ക്. എന്താ വെച്ചാ? എന്താ നിന്റെ ഉദ്ദേശം? എന്ത്? അവളുമായിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയതിന്റെ ഉദ്ദേശം എന്താണെന്ന് വല്ല ദുരുദ്ദേശം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് കളഞ്ഞേക്ക്. നിന്റെ വിവാഹം ചന്ദ്രികയുടെ തറവാട്ടിലെ കുട്ടിയായിട്ട് മാത്രമേ നടക്കൂ. അതെന്താ വെച്ചാൽ അമ്മയുടെ തറവാട്ടിൽ. ഈ തറവാട്ടിൽ നിന്നാ എന്താ കുഴപ്പം? ഈ തറവാട്ടിലോ? ഈ തറവാട്ടിൽ ആരാ ഉള്ളേ? ഉണ്ടായിരുന്ന ഒരെണ്ണം ലക്ഷ്മിയുടെ മോളാ. അതാണെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഇവളുമായിട്ടുള്ള സൗഹൃദം ഉപേക്ഷിക്കുന്ന നിനക്ക് നല്ലത്. അച്ഛൻ പറയുന്ന പോലെ അത്ര പെട്ടെന്ന് ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒന്നല്ല ഞങ്ങളുടെ സൗഹൃദം. വിഷ്ണു, ഞങ്ങൾ എൻ്റെ ഏട്ടന് വാക്കുകൊടുത്ത് നീ കേട്ടതല്ലേ പാറുമോളെ നിന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാന്ന്? ഓക്കെ ശരിയാമേ, പക്ഷെ ഞാനിപ്പോൾ പറയുന്നു, ഞാൻ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഇവളെ മാത്രമായിരിക്കും. അത് കേട്ട് എല്ലാവരും ഞെട്ടി, ഒപ്പം മീനു. നീ എന്താ പറഞ്ഞേ? നാരായണൻ അവന് നേരെ തിരിഞ്ഞു.
അമ്മയുടെ തറവാട്ടിലേക്കാൾ ഈ മാളിയേക്കൽ തറവാട്ടിൽ തന്നെ പെണ്ണിനെയാ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവൾ ഈ തറവാട്ടിലെ കുട്ടിയാ. അമ്മാവന്റെയും ലക്ഷ്മി അമ്മായിയുടെയും മോള് മീനാക്ഷി. എന്താ, ലക്ഷ്മിയുടെ മോളോ? ചന്ദ്രിക ചോദിച്ചു. അതെ, ഇവള് പ്രിയയല്ല, മീനാക്ഷിയാ. നീ എവിടെയോ കിടന്ന് എനിക്ക് ഈ തറവാട്ടിലെ ആവശ്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം തന്നപ്പോ നീ ഇവിടുത്തെ കെട്ടിലമാവൻ നോക്കുന്നോ? നിന്നെ ഞാൻ... ചന്ദ്രിക ദേഷ്യത്തോടെ അവൾക്കടുത്തേക്ക് നടന്നു. തൊട്ടുപോയത് അവളെ എവിടെയോ കിടന്നവളല്ല, ഇവിടുത്തെ അവകാശം തന്നെയാ. ഇവിടെ തന്നെ ജീവിക്കും, എന്റെ ഭാര്യയായിട്ട്. മോനെ, ഞാൻ ഈ കേട്ടത് സത്യാണോടാ? ഇവളെന്റെ ലക്ഷ്മിയുടെ മോളാണോ? അതെ മുത്തശ്ശി. മോളെ, മുത്തശ്ശിയുടെ പൊന്നു മോളെ. അവർ അവൾക്കടുത്തേക്ക് ചെന്ന് അവളുടെ കവിളിൽ തലോടി അവളുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. എന്തിനാ മോളെ ഞങ്ങളോടൊക്കെ കള്ളം പറഞ്ഞു? എന്നാലും എൻ്റെ ലക്ഷ്മിയുടെ മോളെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ. ഞാൻ പറയാം മുത്തശ്ശി, ഇവള് പറയുന്നത് ലക്ഷ്മി അമ്മായി ആരോ കൊന്നതാണെന്നാ. അത് അമ്മാവനിവളോട് പറഞ്ഞെന്ന്. പക്ഷെ അതാരാണെന്ന് ഇവളെന്നോട് പറഞ്ഞിട്ടില്ല. അതാരായാലും ഞാൻ കണ്ടുപിടിക്കും. എന്നിട്ട് ഞാൻ ചോദിക്കും, സന്തോഷവും സമാധാനവും കളിച്ചിരികളും നിറഞ്ഞ തറവാടിനെ എന്തിനാ ഇങ്ങനെ ആക്കിയതെന്ന്. അവരെ ഞാൻ വെറുതെ വിടില്ല. വിഷ്ണു പറഞ്ഞു. അവരെ എനിക്കും കാണണം മോനെ, എൻ്റെ മോളെ കൊന്ന ആ ദുഷ്ടനെ. മുത്തശ്ശി കരഞ്ഞുപോയി. മുത്തശ്ശി കരയില്ലേ? മീനു, നീ ഇന്ന് ഇവിടെ താമസിക്കും, നാളെ ഞാൻ വീട്ടിലാക്കാം. ശരി വിഷ്ണു ഏട്ടാ. അന്ന് രാത്രി എന്ത് സംഭവിക്കാമെന്ന് അവൾക്ക് അറിയായിരുന്നു. അവൾ വിഷ്ണു വിളിച്ചു. എന്താടി? വിഷ്ണു ഏട്ടാ, എൻ്റെ മുറി വരെ ഒന്ന് വരുമോ? എന്താടി കാര്യം? പറയാം, ഒന്ന് വരൂ പ്ലീസ്. ആ, ഞാൻ അതേ വരുന്നു. എന്താ മീനു, എന്തു പറ്റി? വിഷ്ണു ഏട്ടനെ അറിയണ്ടേ എൻ്റെ അമ്മയെ കൊന്ന ആരാന്ന്? അവരിന്ന് എന്നെ കാണാൻ വരും. ഡി ഇവിടെയോ? അതെ വിഷ്ണു ഏട്ടാ, ഏട്ടൻ അവരെ കാണണ്ടേ? ആൾ വാതിലടച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഡോറിൽ മുട്ടയിട്ടു. മീനു വാതിൽ തുറന്നു. വിഷ്ണു ഡോറിന് മുന്നിൽ വിളിച്ചു. എന്താ അമ്മായി ഈ നേരത്ത്? അമ്മാവനുണ്ടല്ലോ. നീ എന്താ പൊട്ടം കളിക്കുവാണോ? എന്താ നിന്റെ ഉദ്ദേശം? നാരായണൻ ചോദിച്ചു. എന്താ അമ്മാവാ? നിനക്കൊന്നും അറിയില്ലല്ലേ, നീ എന്തിനാടി ഇങ്ങോട്ട് വന്നേ? എന്താ അമ്മാവ, എൻ്റെ അമ്മയുടെ തറവാട്ടിലേക്ക് വരാൻ പാടില്ലേ? വരുന്നൊക്കെ കൊള്ളാം, വന്നിട്ട് അതുപോലെ അങ്ങ് തിരിച്ചു നോക്കണോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ? എൻ്റെ അമ്മയെ കൊന്ന പോലെ നിങ്ങൾ എന്നെയും കൊല്ലുവോ? നിങ്ങൾ എന്താ കരുതിയേ ഒന്നും ആരും അറിയില്ലെന്നോ? നിങ്ങളുടെ കൈ കിടന്ന് ശ്വാസം കിട്ടാൻ എൻ്റെ അമ്മ പിടയുമ്പോൾ ജനലിൽ പിന്നിൽ ഒന്നും ചെയ്യാനാവാൻ നിസ്സഹായനായി നോക്കിക്കേണ്ടി വന്ന എൻ്റെ അച്ഛൻ പ്രതികരിച്ചാൽ നിങ്ങൾ അച്ഛനെ എന്നെയും കൊല്ലുമെന്ന് അറിയായിരുന്നോണ്ടാ സ്വന്തം പ്രാണന്റെ മരണം വേദനയോടെ നോക്കിയെന്ന്. പലതവണ അമ്മയ്ക്കരികിലേക്ക് ഓടിയെത്താൻ ശ്രമിച്ചെങ്കിലും എൻ്റെ ജീവൻ ആപത്തിലാവാതിരിക്കാൻ എൻ്റെ പാവ അച്ഛൻ. എങ്ങനെ തോന്നി നിങ്ങൾക്ക് സ്വന്തം കൂടപ്പിറപ്പിനെ കൊല്ലാൻ? അതിന് കൂട്ടു നിൽക്കാൻ ഉത്തമയായിട്ടുള്ള ഭാര്യയും? വേണ്ട, അലറണ്ട, ഒക്കെ എനിക്കറിയാം. നീ എന്താണ് കരുതിയേ? നീ പറഞ്ഞ ഉടനെ ഇതിവിടെ എല്ലാവരും വിശ്വസിക്കുന്നു. നിനക്ക് ഞങ്ങളൊരു ചുക്കും ചെയ്യാൻ കഴിയില്ലടി. കാരണം നിന്നെ ആരും വിശ്വസിക്കില്ല. അതേടി, നിന്റെ തള്ളയെ ഞാനാ കൊന്ന് എൻ്റെ ഈ കൈ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊന്നത്. എന്തിനാന്നറിയ നിനക്ക്? ഒരന്യജാതിക്കാരനെ സ്നേഹിച്ചു, പോരാഞ്ഞിട്ട് അമ്മയുടെ കൈയും കാലും പിടിച്ച് അവനെ തന്നെ കല്യാണം കഴിച്ചു. അത് മാത്രമാണോ, അവൻ ഈ തറവാട്ടിൽ കയറ്റി താമസിപ്പിക്കുകയും ചെയ്തു. എന്നവൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ചെയ്തു തുടങ്ങിയോ, അന്നു മുതൽ അവൾ എൻ്റെ പെങ്ങളല്ലാതായതാ. അവളെയും നിന്റെ തന്തയെ ഇവിടുന്ന് പുറത്താക്കാനുള്ള വഴി തേടിക്കൊണ്ടിരിക്കുമ്പോഴാ അവളുടെ വയറ്റിൽ നീ കുരുത്തെന്നറിഞ്ഞ്. ഞാനത് ഇല്ലാതാക്കാൻ നോക്കിയെങ്കിലും അത് നടന്നില്ല. പിന്നെ നീയും ജനിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും എൻ്റെ മകനേക്കാളും ഇഷ്ടം നിന്നോടായി. അതുമാത്രമല്ല, എൻ്റെ മോനെ കൊണ്ട് നിന്നെ കല്യാണം കഴിപ്പിക്കണമെന്ന് പറയുകയും ചെയ്തു. അതെനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. ഒരന്യജാതിക്കാരൻ്റെ സന്തതിക്ക് ഈ തറവാട്ടിൽ എൻ്റെ മകൻ്റെ ഭാര്യയായിട്ട് ഇവിടുത്തെ തമ്പുരാട്ടിയായിട്ട് ജീവിക്കാനുള്ള യാതൊരു അർഹതയുമില്ല. ആദ്യം അവളെ, പിന്നെ നിന്റെ തന്തയെ, ഒടുവിൽ നിന്നെ. 3 പേരെയും കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. പക്ഷെ നിന്നെയും കൊണ്ട് നിന്റെ തന്ത രക്ഷപ്പെട്ടു. കുറച്ച് നാൾ കഴിഞ്ഞ് പറഞ്ഞു, ഏതോ അപകടത്തിന് നീയും നിന്റെ തന്തയും മരിച്ചുപോയിന്ന്. അന്ന് ഞാൻ അനുഭവിച്ച സന്തോഷം എന്താണെന്നറിയാം നിനക്ക്? ഇത്രയും നാൾ തറവാട്ടിലെ സ്വത്തുക്കൾക്കൊക്കെ എൻ്റെ മോനല്ലാതെ മറ്റൊരു അവകാശം ഉണ്ടായിരുന്നില്ല. നിന്നെ എൻ്റെ മകൻ്റെ ഭാര്യയാക്കാനും ഒപ്പം നിന്റെ തള്ളയുടെ സ്വത്തുക്കൾക്ക് അവകാശിയാക്കാനും ഞാൻ സമ്മതിക്കില്ല. നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ നാളെ നേരം പുലരുമ്പോൾ ഇവിടുന്ന് പൊക്കോണം. ഒരിക്കലും നീ ഇങ്ങോട്ട് വരരുത്. പറഞ്ഞതനുസരിച്ചില്ലേ നിന്റെ തള്ളയുടെ ഗതിയെന്ന് നിനക്കുണ്ടാവും. പറഞ്ഞേക്കാം. ഈ തറവാട്ടിൽ നിന്റെ തള്ളയുടെ സ്വത്തുക്കൾക്കൊക്കെ അവകാശി എൻ്റെ ആങ്ങളയുടെ മോള് പാറുവാ. വിഷ്ണുവിന്റെ ഭാര്യയായിട്ട് ഈ തറവാട്ടിലേക്ക് വലുതുകാലം വെച്ച് കയറി വരുന്ന അവളാ. അതിനുവേണ്ടിയാ നിന്റെ തള്ളയെ കൊല്ലാൻ ഞാൻ കൂട്ടുന്നേ. അതിനെ തടയിടാൻ നിന്നെ ഞാൻ സമ്മതിക്കില്ല. ചന്ദ്രിക പറഞ്ഞു. ഞാനിതൊക്കെ മുത്തശ്ശിയോടും വിഷ്ണുവിനോടും പറയും. നീ പറയടി, നിന്നെ ആരും വിശ്വസിക്കില്ല. പ്രത്യേകിച്ച് എൻ്റെ മകൻ. മര്യാദക്ക് നാളെ നേരം വിളിക്കുമ്പോൾ പൊക്കോണം. ഇല്ലേ നിന്റെ ശവമായിരിക്കുമ്പോഴുള്ളവർ കാണുക. പറഞ്ഞേക്കാം. എന്നാ പിന്നെ അതൊന്ന് കാണല്ലോ. ഡോറിന് പിന്നിൽ നിന്ന് വിഷ്ണു പുറത്തേക്ക് വന്നു. നാരായണനും ചന്ദ്രികയും ഞെട്ടലോടെ അവനെ നോക്കി. മോനെ, ചീ, അങ്ങനെ വിളിക്കരുത് നിങ്ങൾ എന്നെ. ഈശ്വരനെ പോലെ കണ്ട നിങ്ങൾ ഇത്രയും കുടുംബാതം ചെയ്തു വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല.
അതിന് കൂട്ടു നിൽക്കാൻ എന്റെ പെറ്റമ്മയും. മോനെ ഞങ്ങള് വേണ്ട, ഇനിയൊരു ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. അമ്മായിയെ കൊന്നവരെ കാട്ടിത്തരാൻ ഇവൾ പറഞ്ഞപ്പോ അതെനിക്ക് ജന്മം തന്നരാവുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. നീ ഞങ്ങളുടെ കുട്ടി ഇന്നുവരെ ഞങ്ങളോട് എതിര് സംസാരിച്ചില്ല. നീ കാരണം അതിൽ നിന്ന് നടന്നു. നീ ഞാൻ ചന്ദ്രിക അവളെ തല്ലാനായി അടുത്തേക്ക് വന്നു. തൊട്ടുപോരുതവളെ. വിഷ്ണുവിടെ മുമ്പിൽ കയറിയുന്നു. ഇവൾ വിഷ്ണുവിന്റെ പെണ്ണാ. ഇവളെ തൊട്ടാ ഞാൻ അത് കണ്ടു നിൽക്കില്ല. നീ കണ്ണും കയ്യും കാണിച്ചെന്റെ മോനെ നീ മയക്കല്ലേ? സമ്മതിക്കില്ല ഞങ്ങള്. ചന്ദ്രിക പറഞ്ഞു. അത് നിങ്ങളല്ലേ തീരുമാനിക്കുന്നത്. നീ വാമീനു. നാരായണേട്ടാ ഒക്കെ കൈവിട്ട് പോകുന്നല്ലോ. ചന്ദ്രികയെ അവള് രണ്ടും കൽപ്പിച്ചാ വന്നേക്കുന്നത്. നമ്മൾ ശരിക്കും പെട്ടു. എന്റെ ഭഗവാനെ, എന്റെ കുട്ടീനെ കൊന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. എന്റെ വയറ്റിൽ തന്നെ പിറന്നല്ലോ ആ നശിച്ചവൻ. സ്വന്തം കൂടപ്പറപ്പിനെ കൊല്ലാൻ മാത്രം കല്ലായി പോയ അവന്റെ മനസ്സ്. മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടല്ലേ? മീനെ ആശ്വസിപ്പിച്ചു. ഓളെ ഏയ് മുത്തശ്ശി എന്താ ഇത്? മുത്തശ്ശി, ഇത്ര നാളും ഞാൻ ഈശ്വരന്മാരുടെ സ്ഥാനത്ത് കണ്ടത് കൊലപാതകം അതിന് കൂട്ടുന്നവരെയാണെന്ന് അറിഞ്ഞപ്പോ എനിക്ക് അതിന്റെ സ്വന്തം രക്ഷിതാക്കളാണെന്ന് അറിഞ്ഞപ്പോ വിഷ്ണു വിതുമ്പിപ്പോയി. ഏയ് കരയേണ്ട മോനെ, ഓ സങ്കടപ്പെടേണ്ട. ഓനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. നാരായണനും ചന്ദ്രികയും പുറത്തേക്ക് വന്നു. ആ നശിച്ചവനെ എന്റെ കുട്ടീനെ കൊന്നുവല്ലേടാ ദുഷ്ടാ നീ. മുത്തശ്ശി നാരായണന്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ച് കരഞ്ഞോണ്ട് ചോദിച്ചു. അമ്മേ ഞാൻ വെടിക്കെത്ത് നീ എന്നെ സംബന്ധിച്ചിടത്തോളം നീ മരിച്ചു. അമ്മേ വേണ്ട ചന്ദ്രികെ, നിന്നെ മരുമകളായിട്ടല്ല മകളായിട്ടല്ലേടി ഞാൻ കണ്ടത്. എന്നിട്ട് നീ എന്റെ കുട്ടീനെ കൊല്ലാൻ കൂട്ടുന്നല്ലേ? മോനെ വിഷ്ണു, എനിക്ക് കാണണ്ട രണ്ടിനെ. ഇനി കാണേണ്ടി വരില്ല മുത്തശ്ശി. രണ്ടുപേരെയും കൊണ്ടുപോകാൻ പോലീസ് ഇപ്പൊ എത്തും. വിഷ്ണു, നാരായണൻ അവനെ ദയനീയമായി നോക്കി. വേണ്ട, ഒരു ദയം നിങ്ങൾ രണ്ടുപേരും ഇനി അറിയിക്കുന്നില്ല. കുറച്ചു സമയത്തിന് ശേഷം പോലീസ് എത്തി നാരായണനെയും ചന്ദ്രയെയും കൊണ്ടുപോയി. കുറച്ചു ദിവസത്തിന് ശേഷം തറവാട് ക്ഷേത്രത്തിൽ വെച്ച് വിഷ്ണു മീനുവിന്റെ കഴുത്തിൽ താലിയാർത്തി. മുത്തശ്ശി കൊടുത്ത നിലവിളക്കും വാങ്ങി വലതു കയറിച്ച് അവൾ വീണ്ടും ആ തറവാടിന്റെ പടിയേറി. തന്റെ അമ്മയെയും അച്ഛനെയും കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടെങ്കിലും വിഷ്ണുവിന്റെയും മുത്തശ്ശിയുടെയും സ്നേഹത്തിലൂടെ അവളൊക്കെ മറക്കും. മുത്തശ്ശിക്കുന്നവൾ തന്റെ മകൾ ലക്ഷ്മിയാണ്. അവളുടെ കുറുമ്പുകൾ തന്റെ ലക്ഷ്മിയെക്കുറിച്ചുള്ള വേദനിപ്പിക്കുന്ന ഓർമ്മകൾ അവരിൽ നിന്ന് ഇല്ലാതാക്കി. ഇന്ന് പേരക്കുട്ടികളോടൊപ്പം സന്തോഷത്തോടെ സമാധാനത്തോടെ അവർ ജീവിക്കുന്നു. അവർ ജീവിക്കട്ടെ കളങ്കമില്ലാത്ത മനസ്സുമായി, എന്നും സന്തോഷത്തോടെ സമാധാനത്തോടെ.